ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ബിജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഇതല്ല സന്ധ്യപ്പ. ഞങ്ങളിന്ന് ചക്കക്കുരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചീനച്ചട്ടി നല്ലെണ്ണ ഒഴിച്ചു. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക അല്ലേ, ശകല ഉലുവ. എത്ര സ്പൂൺ ഉണ്ട്? 1/2 സ്പൂൺ അല്ലേ, 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ബാക്കി പണിയല്ലേ. ഉലുവ ഒന്ന് മൂക്കട്ടെ, അത് കാണിക്കാം. ഇതാണ് ഇതാണ് ചക്കക്കുരു ഇല്ലേ, ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ അരിഞ്ഞ് കട്ടിയുള്ള തോട് കളഞ്ഞ് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്ത് കോരി എടുത്തതാണ്. ഒത്തിരി ഫ്രൈ ആയാലും നമുക്ക് ഭയങ്കര ഇത് ആദ്യമേ വറുത്തപ്പോഴത്തേക്ക് ഇതായിപ്പോയി. ഇത് ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമ്മളൊരു മീഡിയം ലെവലിൽ വറുത്ത് കോരി എടുക്കണം. ഇതാണ് കടുക് മൂത്ത് വരുന്നുണ്ട്, ഉലുവ മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? കടുക് ഇടും. കടുക് ഇച്ചിരി ഏറെ ഇടണം, ഒരു 3 സ്പൂൺ അല്ലേ. ഒരു സന്ധ്യപ്പിക്കെല്ലാം ഒരു കൈക്കണക്കാണ്. കടുക് പൊട്ടിട്ട് വന്നതാണ് പച്ചമുളക്, നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക്. എല്ലാം പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇച്ചിരി ഏറെ വേണം. കാരണം വെച്ചാൽ ചക്കക്കുരു അല്ലേ. അപ്പം അടുത്ത് വെളുത്തുള്ളി നമ്മൾ എത്രയാ, ഒരു 3 എണ്ണം എടുത്തല്ലേ? 3 എണ്ണം. അതന്നെ ഗുണ്ട പോലെ സാധനം ഗുണ്ട. സോറി അല്ലേ, എന്ത് പറയുന്നത്, 3 കുടം. 3 കുടം. പിന്നെ ഇഞ്ചി ഇച്ചിരി എടുത്തു. ഇഞ്ചി ഇങ്ങനെ ഇതെടുത്ത് നമ്മൾ നീളത്തിലരിഞ്ഞു കനം കുറച്ച് ഇതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ നമ്മളിത് വഴറ്റി വെക്കണം. ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴണ്ട് വരണം. ഒരു ചെറിയ പിള്ളേരുടെ കുടുംബം ഒരു പച്ചമുളക് എണ്ണ ശരിക്കും തെളിഞ്ഞു വരും. കൊടുക്കാമേ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അല്ലേ. ഉപ്പിടുമ്പോഴത്തേക്ക് പെട്ടെന്ന് വഴണ്ട് വരും. കറിവേപ്പില ഇല്ലല്ലോ. ഞങ്ങളിതിപ്പോൾ രാത്രിയിൽ 9:30 സമയം കഴിഞ്ഞല്ല, 9:30 കഴിഞ്ഞ് 9:30 കറിവേപ്പില പറിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇല്ലാതെ അച്ചാറിട്ടാലോ? പ്രശ്നമില്ല, അതും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇപ്പോൾ രാത്രി പോയി പറിക്കാനുള്ള അസൗകര്യം കാരണമാണ് നമ്മൾ കരിവേപ്പില ഇടാനത്. കരിവേപ്പിലയുടെ കാര്യം മറന്നു. ബാക്കിയെല്ലാം അരിഞ്ഞ് ഇത് ചക്കക്കുരുവൊക്കെ നല്ല ഒരുക്കി എല്ലാം റെഡിയാക്കി എടുക്കാൻ ഇച്ചിരി സമയമായി. അതിലെല്ലാം അരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം ഒത്തിരിയായി. അതെ, ചക്കക്കുരു ഞങ്ങളുടെ ഒരു പരീക്ഷണമാണ്. നോക്കട്ടെ ഞങ്ങൾ കൂർക്കച്ചാറൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. നല്ല അഭിപ്രായമായിരുന്നു കൂർക്കച്ചാറൊക്കെ. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് ചക്കക്കുരു അച്ചാറ്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് അറിയത്തില്ല. ചില മൂത്ത് വരുന്നുണ്ടല്ലേ, മൂത്ത് ഇതായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കറിവേപ്പില ഇല്ലാതെ പറ്റത്തില്ല. അതെ, കറി ലീഫ് ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി കറി ലീഫ് പറിച്ചോണ്ട് വന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു കുറവല്ലേ നമുക്ക്. എന്തിനാണേലും ഏത് കറിക്കാണേലും ചെറുതൊക്കെയാ കണ്ട പെട്ടെന്ന് താഴെ നിന്ന് പറിച്ചോണ്ട് വന്നു.
അതുകൂടെ ഒന്ന് മൂക്കണം. മൂത്തിട്ടില്ലാതെ നോക്ക്. ആണോ? ആണോ? ശരിക്കും മൂത്തിട്ടുണ്ടോ? ഇവിടെ മൂക്കാനുണ്ട്. ഇനി എന്തുവേണം നമുക്ക്? ആഹാ, ഒരാൾ തുമ്പാൻ തുടങ്ങി. അങ്ങനെ അടുക്കള കയറേണ്ടതാണ്. ഇപ്പം ആയിട്ടല്ലേ വിചേട്ടാ? കണ്ടോ? കുറേ നാളൊക്കെ തേക്കിന് വെച്ചേക്കാനുള്ള അച്ചാറുകളാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എല്ലാം മൂക്കണം, അതിൻ്റെ വെള്ളമയം എല്ലാം മാറാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും കായവും ചേർക്കണം, ഇച്ചിരി വിനാഗിരിയും ചേർക്കാം. ഓക്കെ. മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ തന്നെ പൊടിച്ചത് വെച്ചാൽ നമ്മൾ കഴുകി ഉണങ്ങി പൊടി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചത്. മുളക് പൊടി ഇട്ട് സന്ധ്യാത്തിനെല്ലാം കൈ കണക്കാണ്. ഇത് പക്ഷെ കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടാ മുളക് പൊടി ചേർത്തല്ലേ. വറുത്ത് കോരിയതും കൊണ്ടേ അതിനകത്ത് ഒരു എണ്ണമയം ഉണ്ടല്ലോ. അപ്പം നല്ലെണ്ണയാണേ നമ്മൾ ഒഴിച്ചിലാണ് നമ്മളിത് ഇടുന്നത്. ഇത്രയും കൂടി ഇരുന്നൊക്കെയുണ്ട. ഓക്കെ. മുളക് പൊടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണ്ടേ? അപ്പം ഒന്ന് ഇച്ചിരി ഒന്ന് ഇതാണ്, കരിയരുത്. ആഹാ, മുളകിൻ്റെ കുത്ത് എനിക്കല്ലേലും പ്രശ്നങ്ങളാണ്. കരിയരുത്. എന്താ മൂത്ത് വരുന്നൊരു മൂപ്പിക്കണം. കായം അങ്ങനെ മൂത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ കായം ചേർക്കും. നമ്മൾ കായപ്പൊടി ഇട്ടേക്കും അല്ലേ? സാധാരണ ഞാൻ നാരങ്ങയ്ക്ക് നെല്ലിക്കയ്ക്കൊക്കെ കട്ടക്കായം അല്ലേ? കട്ടക്കായമാണ് ചേർക്കുന്നത്. കട്ടക്കായം മാത്രം ചേർക്കാം. അത് കുറച്ച് നേരം ഞാൻ അതൊന്ന് വേവിക്കും നാരങ്ങയ്ക്ക്. ഇനി നമ്മൾ വിനീഗറൂടെ ചേർക്കും. ഇത്ര ഒഴിച്ച് വെക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരുവല്ലേ ഒന്ന് തിളച്ച് കുറുകി വരണം. വിനീഗറൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ചൊന്നും കൂടി ഒന്ന് കുറുകി വേണം അല്ലേ? ആ, കുറേന്ന് വെച്ചാൽ ഇപ്പം ഇത് ഇച്ചിരി കട്ടിക്കല്ലേ ഇരിക്കുന്നേ, ഇച്ചിരി കൂടെ നമുക്ക് ലൂസാക്കണം. ഈ വിനീഗർ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ട് അല്ലേ? അതൊന്ന് ഇതായിപ്പോയെന്ന് തോന്നി ചേട്ടാ. ഏതാ? അന്ന് നമ്മൾ വിനീഗർ ഉണ്ടാക്കുന്ന വീഡിയോ. നാരങ്ങ വെള്ളം, ഓ സോറി, നാരങ്ങ വെള്ളത്തിൽ തേങ്ങാ വെള്ളത്തിൽ നിന്ന് വിനീഗർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. ഉണ്ടോ? കായം എങ്ങനെ? കായത്തിൻ്റെ ഇതെല്ലാം കായത്തിൻ്റെ മണമില്ലേ? കായത്തിൻ്റെ മണമുണ്ട്. ഉപ്പ് നോക്കണം. ഗ്യാസ് തീർന്നോ? ആ, ഗ്യാസ് തീർന്നു വരുവാന്ന് തോന്നുന്നു. അതന്നെ തിളച്ച് വട്ടെ. ഇതാണ് തിള വന്നിട്ടുണ്ട്. തിള വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ചക്കക്കുരു നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഇച്ചിരി മുളക് പൊടിയൊക്കെ കൂടുതലിട്ടത്. നമുക്ക് ആദ്യമായിട്ടല്ലേ, നമുക്ക് അറിഞ്ഞുകൂടല്ലോ അതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അച്ചാറാവുമ്പോഴേ. ഉപ്പ് നോക്കട്ടെ, ഉപ്പ് വേണം. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിടാൻ പോകും. കായമുണ്ടല്ലേ? ഉപ്പെടുക്കാം. ഉപ്പിനകത്തല്ലേ? ഇപ്പം നല്ല കുറുകി നല്ല ഇതായിട്ടുണ്ട്. ഗ്രേവി വേണോ? ഗ്രേവി അത് മതിയാവും.
ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യണം അല്ലേ? ചക്കക്കുരു അച്ചാർ. ചക്കക്കുരു അച്ചാർ റെഡിയായി. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, അപ്പോൾ കാലം ഉണ്ടാക്കിടാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ, ചക്കക്കുരു വലുതായിട്ട് മൂത്ത് പോരുത്. അയ്യോ, ചൂട് ചൂട് ചൂട്. ആഹാ, ആത്മാർത്ഥമായിട്ട് പറയും. അപ്പോൾ എരിവുണ്ട്, പക്ഷെ പുളിയുണ്ട്, വേറൊരു ടേസ്റ്റ് അല്ലേ? എന്ന് വെച്ചാൽ ഒരു വേറൊരു ടേസ്റ്റ്. അച്ചാറിൻ്റെ അല്ലയോ? അച്ചാറിൻ്റെ തന്നെ നല്ലൊരു വെറൈറ്റി അല്ലേ? നല്ല രസമുണ്ട്. നല്ല രസമുണ്ടെന്നല്ല, നല്ല 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 ഇതാണ് കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. പരീക്ഷിച്ച് നോക്കാന്നല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് ചക്കക്കുരു നല്ലപോലെ മൂത്ത് പോകരുത്. പകുതി മൂപ്പേ ആവുള്ളൂ. കായ ഇച്ചിരൂടെ വേണം കേട്ടോ. ശകലം പൊടിക്കായുടെ ഇടും, ശകലം കായുടെ ഇട്ട് അല്ല, ഇച്ചിരി ഒന്ന് ഇരിക്കട്ടെ, റെസ്റ്റ് കഴിയുമ്പോഴത്തേന് കറക്റ്റ് അറിയാൻ പറ്റും. ഓഫ് ചെയ്തേക്കട്ടെ. ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ ഇതിലേക്കട്ടെ മീഡിയത്തിലിട്ടാണ് നമ്മൾ ചെയ്തത്. മാങ്ങാച്ചാർ പോലെ നല്ല സൂപ്പർ. മാങ്ങയുടെ ടേസ്റ്റ് അല്ല, ഇതൊരു വേറെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.